Made by Edit with Wixo. Made by Edit with Wixo. സോ ഗൈസ്, നിങ്ങൾ കുറച്ചും വേണ്ട PFP ഔട്ട്രോ ഞങ്ങൾക്ക് ഇന്ന് ക്രിയേറ്റ് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഈ ഒരു ഫോട്ടോ ആഡ് ചെയ്യാം. ദെൻ നമുക്ക് ബേസിക്കലി കയറിയിട്ട് ഇത് സ്കെയിൽ 100 കൊടുക്കണം. ഓക്കെ, 100 കൊടുക്കുക, ഫുൾ സ്ക്രീൻ ആക്കാം. ദെൻ ആസ്പെക്ട് റേഷ്യോ 1:1 വേണം. ഓക്കെ, 1:1 അത് ഓട്ടോ സെലക്ട് ആയി തന്നെ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഓവർലേയിൽ കയറി നമ്മളെ മാസ്ക് സെലക്ട് ചെയ്യുക. സർക്കിൾ മാസ്ക് സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു സർക്കിള് നമുക്ക് അത്യാവശ്യം വലുപ്പാക്കാം. അതായത് എത്രമാത്രം ഈ സർക്കിൾ ആവശ്യമുണ്ടോ അത്രമാത്രം സർക്കിൾ എടുക്കുക. പിന്നെ ഇതിൽ അർദ്ധയാണ്ട് കുറച്ച് റൊട്ടേഷൻ ഒക്കെ വരും, അതൊക്കെ റെഡിയാക്കി സെൻട്രലിലേക്ക് വെച്ച് ഇങ്ങനെ ഒരു ആനിമേഷൻ ഉണ്ടാവും. എന്നിട്ട് ഇതിന്റെ ബേസിക്കൽ കയറിയിട്ട് ഗൈസ് നമ്മൾ ഈ ആദ്യം ചെയ്തത് 100 ആക്കിയതായിരുന്നു. ഓക്കെ, നമ്മൾ ആദ്യം 100 ആക്കിയതായിരുന്നു 104. ഇപ്പൊ നമുക്കത് 85 ആണ്. കൃത്യം 85 ആക്കിയതിനു ശേഷം ഇത് 1.9 സെക്കൻഡിലേക്ക് ട്രിം ചെയ്യുക. ഓക്കെ, ദെൻ ഫസ്റ്റും ലാസ്റ്റ് ഒരു കീ ഫ്രെയിം ചെയ്യുക. ഫസ്റ്റ് കീ ഫ്രെയിമിൽ പോയിട്ട് ഇതിനെ 0 ആക്കുക. ഓക്കെ, ജസ്റ്റ് 0. ദെൻ റൊട്ടേറ്റ് -180 ആക്കുക. അങ്ങനെ -180 ആക്കി. ദെൻ ഇപ്പൊ ഇങ്ങനെ ആക്കി ഇത് വരിക. സോ ഇത് നമുക്ക് കുറച്ചുകൂടി സ്പീഡിലാക്കാൻ ഗ്രാഫിൽ കയറിയിട്ട് ഇതിന് ഇടയ്ക്ക്, അതായത് 2 കീ ഫ്രെയിമിന്റെ ഇടയ്ക്ക് തന്നെ ഗ്രാഫ് കയറിയിട്ട് ലീനിയർ എടുത്ത് അത് അഡ്ജസ്റ്റ് പിടിച്ച് ഒരു ബീറ്റ് ഇവിടെ വെച്ചിട്ട് ഇത് നമുക്ക് ഇങ്ങനെ വയ്ക്കുക. അത് ഇത് കുറച്ചും കൂടി ഇങ്ങോട്ട് ഇങ്ങനെ വയ്ക്കുക. ഓക്കെ ഓക്കെ സോ ഗൈസ് ഇങ്ങനെ വെക്കുക. ഇപ്പൊ നമ്മളത് വീഡിയോ ഇങ്ങനെയായിരിക്കും വരിക. ഓക്കെ, ദെൻ ഞാൻ നിങ്ങൾക്ക് തന്ന ഓവർലേ, ഈ ഒരു ഓവർലേ ആഡ് ചെയ്യുക. ഇതിപ്പോ നമ്മളെ ബീറ്റിനനുസരിച്ചല്ല നമുക്ക് ട്രിം ചെയ്യാനും പറ്റില്ല. സോ സ്പീഡ് കയറി നോർമലി കയറിയിട്ട് 1.9x അതായത് 8x മാറ്റിയിട്ട് എണീക്കാം. എന്നിട്ട് നമുക്ക് ഇതിനനുസരിച്ച് ഈ ഗ്ലാസ് ഓവർലേക്ക് അനുസരിച്ച് നമ്മൾ PVF-നനുസരിച്ച് വെച്ചതിന് ശേഷം ഫിൽറ്റർ കൊടുക്കുക. ദെൻ നമുക്ക് ഇവിടെ നമ്മളെ PVF-ന്റെ സെന്ററിലേക്ക് ഇത് വെച്ച് കൊടുക്കുക. ദെൻ അത് ഇങ്ങനെ ഒരു ഡിസ്ക്രിപ്ഷൻ വന്നിങ്ങനെ. സോ ഇപ്പോൾ ഇങ്ങനെയാണ് ആനിമേഷൻ. സോ നമുക്കിനി ഇതിൽ നമ്മളെ ചാനൽ നെയിം, സോ നിങ്ങൾ ടൈപ്പ് ചെയ്യുക, നിങ്ങൾക്ക് എന്താ ടൈപ്പ് ഉണ്ട് വെച്ചാൽ. സോ ഞാൻ അവിടെ ദെൻ ഇത് നമ്മൾ ട്രിം ചെയ്തിട്ട് 1.9 സെക്കൻഡ്സ് മാറ്റിയിട്ട് ഇതിൽ ടെക്സ്റ്റ് ടു സ്പീച്ച് എടുക്കുക. ഓക്കെ, ടെക്സ്റ്റ് ടു സ്പീച്ച് എടുക്കുക. ദെൻ നമുക്ക് അതിൽ JC എന്ന് പറയുന്ന ഈ ക്യാരക്ടർ, JC ഓർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ എടുക്കുക. ഞാൻ ഇവിടെ ഇപ്പോൾ JC അല്ലാണ്ട് നമുക്കിപ്പോ ഒരു ക്യാരക്ടർ ആ ഒരു വോയിസ് ഇല്ല, സോ അത് കൊടുക്കുക. സോ ഇപ്പൊ നമ്മള് Edit by Edit with Wixo. ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഇരിക്കും, Edit by Edit with Wixo. ഇങ്ങനെ. ദെൻ നമുക്കിതിന് ഇതൊരു എക്കോ എഫക്റ്റ് ആണ്. സോ ഓഡിയോ എഫക്റ്റിൽ കയറിയിട്ട് നമ്മൾ ഡിവൈൻ എക്കോ ആണ് കൊടുക്കേണ്ടത്. Edit by Edit with Wixo. സോ ഇതിൽ ഇന്റൻസിറ്റി Edit by Edit with Wixo. സോ അങ്ങനെ കൊടുത്തു. ദെൻ നമുക്ക് ചെയ്യേണ്ടത് പറഞ്ഞാൽ ഗ്ലാസ് ഓവറിലേക്ക് എഫക്റ്റ് കൊടുക്കും. സോ ആഡ് എഫക്റ്റ്, വീഡിയോ എഫക്റ്റ്, നിങ്ങൾക്ക് ഡ്രീമി ഗ്ലോ എന്ന് പറയുന്ന ഒരു എഫക്റ്റ് ആഡ് ദാറ്റ്. ഓക്കെ, ഡ്രീമി ഗ്ലോ. Edit by Edit with Wixo. ഇതിന്റെ സ്പീഡ് ഫുള്ള് കൊടുക്കാണ്ട് ഇത് സ്പീഡ് ഒരു 20 കൊടുക്കുക. 20 കൊടുക്കുക, ഗ്ലോ ഫുള്ളും. ഓക്കെ, Edit by Edit with ദെൻ ഇത് ഒബ്ജക്റ്റിൽ കയറി ഓൾ വീഡിയോസ് ആക്കുക. വെയിറ്റ് എ മിനിറ്റ്, ഓൾ വീഡിയോസ് അല്ല, ദിസ് ഓവർ Edit by Edit with Wixo. നമ്മളെ ഗ്ലാസ് ഓവറിലെ Edit by Edit with Wixo. നമ്മളെ വീഡിയോ ഇപ്പൊ ഇങ്ങനെയുണ്ട്. സോ നമുക്ക് ഇനി എക്സ്പോർട്ട് ചെയ്യാം ഹൈ ക്വാളിറ്റിയിൽ. ഓക്കെ, ഹൈ ക്വാളിറ്റിയിൽ എക്സ്പോർട്ട് ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. ഇങ്ങനെയാണ് Edit ഇപ്പൊ നമ്മളെ by വീഡിയോ. Edit with Wixo.